നമസ്കാരം കൂട്ടുകാരെ, ശാലീന ടീച്ചറിൻ്റെ നിത്യതി നൃത്ത നാട്യകലാലയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. വലിയൊരു സങ്കടവും ഒരു വലിയ പരിശ്രമവും നിങ്ങൾക്ക് മുൻപിലാകെ ഞാനൊന്ന് അവതരിപ്പിക്കട്ടെ കൂട്ടുകാരെ. ആ കട്ടിലിൽ ഉറ്റത്തൊഴിയുമായി കിടന്നത് നമ്മുടെ ശ്രീലക്ഷ്മി മോളാണ്. ആൾക്ക് 105 ഡിഗ്രി പനിയാണ്. അതിനുശേഷം കാണിച്ചത് ദേവനാരായണൻ എന്ന നമ്മുടെ നിത്യതിയിലെ മകനാണ്. മോന് 102 ഡിഗ്രി പനിയാണ്. നൃത്തത്തിൻ്റെ ഫീൽഡിൽ നിൽക്കുന്നവർക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട് കൂട്ടുകാരെ. ചില സിറ്റുവേഷൻസിൽ നമുക്ക് യാതൊന്നും തന്നെ ഒഴിവാക്കാൻ കഴിയാത്ത ഒരു അവസ്ഥയുണ്ടാകും. നമ്മുടെ പ്രോഗ്രാമിലെ ഏറ്റവും പ്രധാനപ്പെട്ട 2-3 ക്യാരക്ടറുകൾ അവതരിപ്പിക്കുന്ന ശ്രീലക്ഷ്മി മോൾക്ക് ഈ വയ്യായിക വന്നതുകൊണ്ട് നൃത്തം മൊത്തത്തിൽ തന്നെ ഒരുപാട് കുറഞ്ഞ സമയത്തിൽ റീസെറ്റ് ചെയ്യേണ്ടി വന്നു. തീരെയും ഒഴിവാക്കാൻ കഴിയാത്തത് ഈ അവസ്ഥയിലും കയറി നൃത്തം ചെയ്യും എന്ന വാശിയിൽ ശ്രീലക്ഷ്മി മോള് നിന്നു. ആകെ കിട്ടിയ 1 മണിക്കൂർ സമയത്തിൽ കറണ്ട് ഇല്ലാതാവുകയും അതിനെ തുടർന്ന് ഒരുപാട് ബുദ്ധിമുട്ടി അതെല്ലാം റീസെറ്റ് ചെയ്യേണ്ട സിറ്റുവേഷൻ വരികയും ചെയ്തു. ശരിക്കും പറഞ്ഞാൽ കേൾക്കുമ്പോൾ നിസ്സാരമായിട്ട് തോന്നുമെങ്കിലും അനുഭവിച്ചാൽ വളരെയധികം ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണത്. ഇത്രയും പനിയും വെച്ച് എൻ്റെ മകള് ഈ മഴയത്ത് തണുത്ത ആ ഒരവസ്ഥയിൽ തന്നെ മേക്കപ്പ് ചെയ്ത് അതിനായിട്ട് റെഡിയാവുകയാണ്. ഒട്ടും പ്രതീക്ഷിക്കാതെ അവസാന നിമിഷത്തിൽ ഇങ്ങനെ ചില സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ആകെയുള്ള വിശ്വാസം ഈശ്വരനിൽ മാത്രമായി ഒതുങ്ങുന്ന ഒരവസ്ഥ നമുക്കുണ്ടാകും. ആ സംരക്ഷണത്തിലും കലയിലും ഉറച്ചു വിശ്വസിച്ച് ഞങ്ങൾ മുന്നോട്ട്, ഞങ്ങൾക്കൊപ്പം എല്ലാത്തിനും ഒപ്പം നിൽക്കുന്ന എൻ്റെ സഹോദരി ആശയും സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അനൗൺസ്മെന്റ് ഒക്കെ നടക്കുന്നേ ഉള്ളൂ. ഇന്ന് ലാസ്റ്റ് ഡേ ആണ്. അതുകൊണ്ട് ഇവിടെ നല്ല രീതിക്കും ലേറ്റ് ആവുന്നുണ്ട്. ഞാൻ പറയുന്നത് നേരെ കേൾക്കാൻ കഴിയില്ല കേട്ടോ. നല്ല രീതിക്കും ലേറ്റ് ആവുന്നുണ്ട്. പിന്നെ ശ്രീലക്ഷ്മി മോൾക്ക് ഒട്ടും വയ്യ, എൻ്റെ ദേവനാരായണന് വയ്യ, മൊത്തം പനിയാണ്. ഒരുപാട് ത്യാഗമൊക്കെ സഹിച്ചാണ് എൻ്റെ മക്കളൊക്കെ ചെയ്യുന്നത്. അതുപോലെ ഒരുപാട് ത്യാഗം നമ്മളൊക്കെ സഹിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഡാൻസ് തുടങ്ങാൻ പോവുകയാണ്. വേദി കയറുന്നതിന് തൊട്ട് മുന്നായി നമ്മുടെ ജനാവാസുകിയും സിദ്ധിദാത്രിയും ചെറിയൊരു ധ്യാനത്തിലാണ്. മെഡിറ്റേഷനും ഒപ്പം ലങ്സിന് കൊടുക്കുന്ന കുറച്ച് വ്യായാമക്രമവും. അഥവാ അയ്യപ്പൻ കളിക്കുമ്പോഴത്തേക്ക് എന്തെങ്കിലും വയ്യായികയുണ്ടെ പറയണം. കൂട്ടുകാർക്കൊക്കെ കാണാനാ. കണ്ണൊക്കെ ഇരിക്കുന്ന കേട്ടോ. പറഞ്ഞിട്ട് കേൾക്കുന്നില്ല കൂട്ടുകാരെ. മഴയും പ്രോഗ്രാം ലേറ്റായതും എല്ലാം കൂടി വല്ലാത്തൊരവസ്ഥയാണ്. ആ സിറ്റുവേഷനിൽ എൻ്റെ ശ്രീലക്ഷ്മി മോള് ഇങ്ങനെയാണ് റെസ്റ്റ് എടുത്തത്. 4 മാസങ്ങൾ കൊണ്ട് പഠിച്ചെടുത്ത ഒരു ഐറ്റം കുറഞ്ഞൊരു സമയത്തിൽ മാറ്റി ചെയ്യുക എന്നത് വളരെ പ്രയാസകരമാണ്. ഞാൻ നല്ല വിഷമത്തിലിരിക്കുവാണ് കേട്ടോ. കാര്യം പാവം എൻ്റെ ശ്രീലക്ഷ്മി മോൾക്ക് ഒട്ടും വയ്യാതിരിക്കുക. എത്ര തന്നെയും പറഞ്ഞിട്ടും നമ്മുടെ സിറ്റുവേഷനും ഒക്കെ കണക്കിലെടുത്ത് അവൾ കൊട്ടും ബഹളവും ഒക്കെ ഞങ്ങൾക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു സന്തോഷവും അതിനേക്കാൾ ഉപരി ഈ അവസ്ഥകളിൽ ഒരുപാട് ദുഃഖവും നൽകി. അഞ്ച് നൃത്തങ്ങൾ മാറ്റി സെറ്റ് ചെയ്തെങ്കിലും ശ്രീലക്ഷ്മിയെ ഒഴിവാക്കാൻ കഴിയാത്ത അയ്യപ്പനായ ശ്രീലക്ഷ്മി എത്തുന്ന നൃത്തം, ഇതിനെല്ലാവരും ഇങ്ങനെ കാത്തിരിക്കുകയായിരുന്നു. ശരിക്കും ഒരുപാട് ഭയത്തോടു കൂടി തന്നെ, ഒപ്പം മനസ്സ് നിറഞ്ഞ വേദനയിലും. പക്ഷേ ശ്രീലക്ഷ്മി മോള് വളരെ മനോഹരമായി, ഒരു തരി പോലും ഡൗൺ ആകാതെ ആ നൃത്തം അതിമനോഹരമായി തന്നെ ചെയ്തു. ഏവർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടു. നമുക്കൊന്നും സഹായത്തിനില്ലാതെ നിസ്സഹായരായി നിൽക്കുന്ന അവസ്ഥയിൽ ഒരു ശക്തി എപ്പോഴും കൂടെ എത്തും, സഹായിക്കുവാനായി, ഒപ്പം നിൽക്കുവാനായി, കൈത്താങ്ങിനായി. അതാണ് നിത്യതി. ശ്രീലക്ഷ്മി മോൾ എങ്ങനെ ഈ നൃത്തം 10 മിനിറ്റ് വേദിയിൽ അവതരിപ്പിച്ചു എന്നുള്ളത് ശരിക്കും വിശ്വസിക്കാൻ തന്നെ കഴിയാത്ത ഒരു കാര്യമാണ്. ഹോസ്പിറ്റലിൽ പോയി 2 ട്രിപ്പും 4 ഇഞ്ചക്ഷനും ഒക്കെ എടുത്ത് ഒരു പ്രത്യേക അവസ്ഥയിലാണ് അവളുടെ ഒരു ശാരീരിക നില. ഒപ്പം ലൈറ്റിൻ്റെ അസഹനീയമായ ചൂടും സ്മോക്കും എല്ലാം, ഒപ്പം പുറത്തുള്ള തണുത്ത കാലാവസ്ഥയും നമ്മളിൽ വല്ലാത്ത അസ്വസ്ഥതയാണ് ഉണ്ടാക്കുക. ശരിക്കും കൂട്ടുകാരെ, വെറുതെ പുകഴ്ത്തി പറയുന്ന ഒരു കാര്യമല്ല. ശ്രീലക്ഷ്മി മോളുടെ വാശിയും നിർബന്ധവും ആഗ്രഹവും കൊണ്ടാണ് വേദിയിൽ കയറ്റിയതെങ്കിലും എന്തോ എനിക്ക് വളരെയധികം അത്ഭുതം തോന്നിയ ഒരു നിമിഷമായിരുന്നു അത്. അത് കലയുടെ ശക്തിയായി, സത്യത്തിൻ്റെ ശക്തിയായി, ആഗ്രഹത്തിൻ്റെ ശക്തിയായി ഞാൻ വിശ്വസിക്കുന്നു.
ഒപ്പം അത്രയും കുറഞ്ഞ സമയത്ത് പോലും 1 മണിക്കൂർ ആ ഒരു സമയത്ത് എല്ലാം റീസെറ്റ് ചെയ്ത് നൃത്തമെല്ലാം വേദിയിൽ വളരെ ഭംഗിയായി തന്നെ അവതരിപ്പിക്കുവാൻ വേണ്ടി മാക്സിമം പരിശ്രമിച്ച ബാക്കി 5 പേരുമുണ്ട്. ഇതിനൊപ്പം തന്നെ ഞങ്ങളുടെ ദേവനാരായണൻ എന്ന മകനും അവനും ഒരുപാട് ഞങ്ങളുടെ പ്രോഗ്രാം വിജയിപ്പിക്കാൻ വേണ്ടി പരിശ്രമിച്ചു. നിത്യതയിലെ ഒരുപാട് മക്കൾക്കും ഉണ്ടായിട്ടുള്ള ഒരു അനുഭവമാണ് കൂട്ടുകാരെ ഇത്. കലയോടുള്ള അർപ്പണം നന്മക്കാക്കും എന്ന വിശ്വാസം, അതിൻ്റെ ഫലമാണിത്.